ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം സൺഡേ വീഡിയോ ഇട്ടില്ല. അതിന് മുമ്പുള്ള വീഡിയോ ഇട്ട് അതിൽ കമൻ്റ് ഇട്ടവർക്കും ഇടാത്തവർക്കും എല്ലാം താങ്ക്സ്. അപ്പോഴേ എനിക്കിച്ചിരി പൊങ്ങച്ച ഉണ്ടില്ലേ, വാ തുറന്ന പൊങ്ങച്ച പറയാൻ വരുന്നേ ഇല്ലേ. എൻ്റെ കർത്താവേ, എന്താ പൊങ്ങച്ചോന്ന് എനിക്കറിയത്തില്ല. നമ്മളിങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്ന ദൈവമേ, ഞങ്ങൾ പാവങ്ങളാണേ. ഞങ്ങൾക്കൊരു പൊങ്ങച്ചോ ഇല്ലേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നു. അപ്പം ചില ആൾക്കാരുണ്ട്, എന്നും വന്ന് കമൻ്റ് ഇടത്തില്ല, എപ്പോഴേലും പമ്മി ഇരുന്ന് നമ്മളെ ടാർഗറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ഇടുന്നവരുണ്ട്. അത് നമ്മൾ 3-4 പ്രാവശ്യം കാണും, ക്ഷമിക്കും. ആദ്യം നല്ല സ്നേഹത്തിൽ ഒരു സ്മൈലും ഒക്കെ ഞാൻ കൊടുക്കും. എന്നിട്ട് വീണ്ടും ചൊറിഞ്ഞുകൊണ്ട് വരുവാണെങ്കിൽ അതിന് മറുപടി കൊടുക്കും. വീണ്ടും ചൊറിഞ്ഞുകൊണ്ട് വരുവാണെങ്കിൽ ബ്ലോക്ക് ആക്കും. എന്തിനാ മറ്റുള്ളവരുടെ നെഗറ്റീവ് കമൻറ്റ് വേണ്ട അവരുടെയും കൂടെ മൂഡ് കളയുന്നത്? എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാ വീഡിയോ ഇടുന്നത് കേട്ടോ. എൻ്റെ പൊങ്ങച്ചം കേൾക്കാൻ താല്പര്യമില്ലാത്തവരൊന്നും കാണണ്ട. എന്തിനാ ഈ പൊങ്ങച്ചം ആന്നിരുന്ന് പറയുകയും ചെയ്യും, പിന്നെ എല്ലാ വീഡിയോയും ഇരുന്ന് കാണുകയും ചെയ്യും. പിന്നെ 3-4 ദിവസം കഴിഞ്ഞ് അവർ മാളത്തിൽ കയറിയിരിക്കും, വീണ്ടും വന്ന് എന്തെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും. എനിക്ക് ഇവരെ ആരെയും അറിയത്തുമില്ല. നമ്മൾ തമ്മിൽ ചില എൻ്റെ വീഡിയോ കാണുന്ന ചുരുക്കം ചിലരെ എനിക്കറിയത്തുള്ളൂ. അതൊക്കെ പോട്ടെ, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ചിലർക്ക് മറ്റുള്ളവരെ കുത്തി നോക്കുമ്പോൾ ഒരു സുഖം കിട്ടും. പക്ഷേ അന്ത്യകാലമായി. ഇനി ആരെയും കുത്തി നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയും പരിഭവവും പറയാതെ ദൈവത്തെ വിളിച്ച് കഴിയുക. ഞാൻ പറഞ്ഞത് താല്പര്യമുള്ളവർക്ക് ഏറ്റെടുക്കാം, ഇല്ലാത്തവർ എന്നെ കുറ്റമൊന്നും പറയല്ലേ. ഞാൻ വലിയ മദർ തെരേസയൊന്നും അല്ലേ കേട്ടോ. ഓക്കെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നമ്മളിൽ നിന്ന് ആർക്കെങ്കിലും ഒരു ഉപകാരമോ ഒരു സന്തോഷമോ കിട്ടുന്നെങ്കിൽ അത് ചെയ്യാൻ നമ്മൾ നോക്കുക. കാരണം ഇപ്പം എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത്. ഒരു ദിവസം കൂടെ നമ്മൾ ജീവിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു കരുണയാണ്. അതുപോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊച്ചൊരു വീഡിയോയാ. പക്ഷേങ്കിൽ അതിൽ അന്ന് വീഡിയോ ചെറുതായതുകൊണ്ട് ഇന്നത്തെ സൺഡേ ഞങ്ങൾ അച്ചാറിടാൻ മീൻ വാങ്ങിക്കാൻ പോകണമായിരുന്നു. മീൻ വാങ്ങിക്കാനെന്നല്ല, നമ്മൾ മലയാളിയിലൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് അവർ പറഞ്ഞ് കേരമീൻ വരുന്നേ ഇല്ലെന്ന്. അപ്പം ഞങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല ഒരങ്ങാറുണ്ട്, പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ 3-4 ദിവസം കൊണ്ട് ഞാൻ പറയുന്നത് എനിക്കിങ്ങനെ ആൾ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അയാൾ നാളെ കൊണ്ടുവരാം, 1.5 വിട്ടാൽ പുള്ളിക്കാരൻ പോകുന്നത്, കൊണ്ടുവരാൻ നോക്കാം. ഇത്രയും ദിവസം ഇല്ലെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ പറഞ്ഞു. പുള്ളി 5 മണിക്ക് ആ മാർക്കറ്റിൽ നിന്നും വിളിച്ച് ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി. റീച്ചാനില്ല ഉറക്കത്തിൽ പറഞ്ഞ് നമ്മളെന്നും എപ്പോഴും വാങ്ങിക്കുന്നത് ഇപ്പം മീനില്ലല്ലേ, ഇപ്പം അതുകൊണ്ട് ഇത്തിരി റേറ്റ് കൂടുതലായിപ്പോയി. ഇത്ര രൂപയാന്ന് പറഞ്ഞു. റീച്ചാൻ പറഞ്ഞാൽ കൊണ്ടുവന്നു. പിന്നെ ആ റീച്ചാന് പൂതോതയുണ്ടായത്. അയ്യോ, ഇത്രയും രൂപയായിരുന്നല്ലോ. അങ്ങനെ നമുക്ക് ഇത്രയും രൂപയ്ക്ക് ഇത് വാങ്ങിച്ചിട്ട് ഒരു ലാഭമില്ല. 17 കിലോയുടെ ഒരു മീനാണ് കൊണ്ടുവന്നേ. അപ്പോൾ വെട്ടിയെല്ലാം വന്ന് അവിടെ തന്നെ ലാസ്റ്റിൽ ആ തലയുടെ വേസ്റ്റും എല്ലാം കൂടെ ആ പുള്ളിക്കാരൻ തൂക്കി നോക്കിയുണ്ടെങ്കിൽ 3.5 കിലോ ഉണ്ടായിരുന്നു. വെറുതെ നമ്മൾ അത്രയും പൈസ കൊടുത്തേ, ഇന്ന് എല്ലാം നഷ്ടമായിരുന്നു. പിന്നെന്തോ ചെയ്യും. പിന്നെ അതിലെ കറുപ്പ് അതെല്ലാം ഇവിടെ വന്നിട്ട് ഞാൻ നോക്കി എനിക്ക് കിട്ടിയത് വെറും 7 കിലോയാണ്. 17 കിലോ. ആരും വിശ്വസിക്കത്തില്ല. ഇപ്പം ഇത് കേൾക്കുന്നവർ എന്തൊക്കെയോ തള്ളുന്നതെന്ന്. ചുമ്മാ തന്നെ സത്യം ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് എനിക്ക് ആവുമായിരുന്നെങ്കിൽ ഞാൻ ആ മുള്ളിൽ നിന്നൊക്കെ മാംസം എടുത്ത്, മുള്ളിൻ്റെ അകത്തൊക്കെ ശരിക്കും മാംസമുണ്ട്. ഒത്തിരി എനിക്ക് വന്നിട്ട്, കാരണം പ്രെയർ കഴിഞ്ഞാൽ ഞങ്ങൾ പോയത്. അത് കഴിഞ്ഞ് അവിടെ കുറേ നേരം നിന്നെല്ലാം വന്ന് ഈ മീൻ വന്നെല്ലാം എല്ലായിടത്തും ഒന്ന് പാട്ടാക്കി നല്ലതും തലയും അതും ഇതൊക്കെ എടുത്ത് മാറ്റണ്ടായിരുന്നു. പന്നെ കറുപ്പുള്ളതെടുത്ത് മാറ്റണമായിരുന്നു. പക്ഷെ മീൻ നല്ല ഫ്രഷ് മീൻ, നല്ല അലുവ പോലുള്ള മീനായിരുന്നു. എന്നിട്ട് എല്ലാം തലയൊക്കെ ഇഷ്ടം പോലെ മാംസം ഉണ്ട് അതിൻ്റെ അകത്ത്. എന്താ ചെയ്യാനാ, ഒരു
തരത്തിൽ കൂടെ ഓരോ പ്രശ്നങ്ങൾ. അപ്പം പ്രൈസമ്മോനോട് ഹായ് പറയാൻ കുറേ പേര് പറഞ്ഞിട്ടുണ്ടേ. പ്രൈസമ്മോൻ ഇങ്ങോട്ട് വന്നേ. കാർട്ടൂൺ കണ്ടോണ്ട് ഇപ്പം രണ്ടുപേരുടെ അപ്പനും മോനൂടെ ഡിമാർട്ടിൽ പോയി എനിക്ക് നല്ലെണ്ണ വേണമായിരുന്നു അച്ചാറിടാൻ. അപ്പം അത് വാങ്ങിക്കാനൊക്കെ പോകണേ. അപ്പം എന്താക്കും എന്നിട്ട് ഇങ്ങോട്ട് വന്നേ. പിന്നെ ഒരു അച്ചായൻ, മുംബൈ അച്ചായൻ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ഒരു ദീപാൻറ്റിക്ക് ഒരു 2 മക്കളുണ്ട്. ഒരു ചേച്ചിയുണ്ട്, ഒരു അച്ചാച്ചനും ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് പ്രൈസമ്മോനോട് ഒരു ഹായ് പറയണേന്ന്. ഹായ് ദീപാൻറ്റി, അങ്കിളെ, അച്ചാച്ചൻ, ചേച്ചി എന്നൊന്ന് പറഞ്ഞേ. ഹായ് ദീപാൻറ്റി, അങ്കിളെ, അച്ചാച്ചന്മാരും ചേച്ചിമാരും. അല്ല, ഒരു ചേച്ചി ഒരു അച്ചാച്ചനേ ഉള്ളു. ഹായ് ദീപാൻറ്റി. ഹായ് ദീപാൻറ്റി. ചേച്ചി അച്ചാച്ച. ചേച്ചി അച്ചാച്ച. അങ്കിളെ. പിന്നെ പറയണം എല്ലാവർക്കും ഹായ് പറ. ഹായ് ചേച്ചിമാരെ, ചേട്ടന്മാരെ, അച്ചാച്ചന്മാരെ, അനിയന്മാരെ എല്ലാരും പറ. ഹായ് ആന്റിമാരെ, ചേച്ചിമാരെ, അച്ചാച്ചന്മാരെ. ഹായ് ആന്റിമാരെ, ചേച്ചിമാരെ, അച്ഛനന്മാരെ. അല്ലെങ്കിലേ ചിലർ കംപ്ലൈന്റ് കൊണ്ട് വരും കേട്ടോ. ആരാന്നറിയാമോ മോന്? ആരാ? ഓക്കെ. പ്രൈസമ്മനെ ഇന്ന് ചർച്ചിൽ പാടിയ പാട്ടൊന്ന് വന്ന് പാടിയ. ഇങ്ങോട്ടൊന്ന് വന്നേ പ്ലീസ് പ്ലീസ് പ്ലീസ്. അതുകൂടെ പാടിയിട്ടങ്ങ് പോ. ഇല്ല, ഈ പാട്ട് പാടിയില്ല. വാ. ഓ പറ. कौन है राजाओं का राजा, कौन है दुनिया कौन है राजाओं का राजा, कौन है दुनिया का बादशाह, कौन है राजाओं का राजा, कौन है दुनिया का बादशाह. यीशु है उसका नाम, यीशु है उसका नाम. तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार. पानी में चलता है, भीड़ को खिलाता है. पानी में चलता है, वो भीड़ को खिलाता है. शैतान भी डरता है यीशु के नाम से, शैतान भी डरता है यीशु के नाम से. कौन है राजाओं का राजा, कौन है दुनिया का बादशाह, कौन है राजाओं का राजा, कौन है दुनिया का बादशाह. यीशु है उसका नाम, यीशु है उसका नाम. तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार. ഓക്കെ, ഗുഡ് ബോയ്. അപ്പോൾ രാവിലെ ഒരടപ്പത്ത് പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്, ഒരടപ്പത്ത് ചായ, ഇപ്പുറത്ത് ദോശയ്ക്ക് കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസൊക്കെ ഓണാക്കി വെച്ചേക്കുക. രാവിലെ ദോശയാണ്. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസം കൊണ്ടേ കണ്ടിന്യൂസ് ദോശ ഇഡലി. അപ്പം അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലേ. എനിക്ക് ഈ ദോശയ്ക്ക് പണ്ട് നമുക്ക് നാട്ടിലൊക്കെ ഈ ചായക്കടയിൽ നിന്നൊക്കെ വീടുകളിലും ഉണ്ടാക്കും. ചായക്കടയിൽ നിന്ന് മിക്കവാറും കിട്ടുന്നതായിരുന്നു ഈ തേങ്ങ ചമ്മന്തിക്കറി പോലല്ല, ഈ കൊച്ചുള്ളിയൊക്കെ ഒന്ന് ഇച്ചിരി ചതച്ചിട്ടിട്ട് വറുത്തെടുക്കുമല്ലോ ഒരു സൈസ്.
ഡ്രൈ ആയിട്ട് അത് ഞാനിപ്പോൾ ഹോട്ടലിൽ നിന്ന് കിട്ടുമെന്ന് പറയാൻ കാര്യം, ഞാൻ നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡബിൾ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കും ചായക്കടയിൽ നിന്ന്. അപ്പോൾ അതാ കിട്ടുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ അങ്ങനെയൊന്നും രാവിലെയും പോട്ടെ ഉച്ചയ്ക്ക് എനിക്ക് അങ്ങനെയൊന്നും വലുതായിട്ട് ഒന്നും ചെയ്യണ്ട. ഇന്നലത്തെ തോരനുണ്ട്, ചൊരക്കയും പരിപ്പൂടിട്ട കറിയുണ്ട്, മോരുകറി നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്നു, അത് പിന്നെ നമ്മുടെ പോളൂസിന്. അപ്പം ചപ്പാത്തിക്ക് ഞാനൊരു മുട്ടക്കറി, മുട്ട അന്ന് ഞാൻ ചർച്ചിലുണ്ടാക്കിയാണ്. ഞാൻ പറഞ്ഞതിൽ കുറേ മുട്ട ഇങ്ങനെ പൊട്ടി ഇച്ചിരി ഇങ്ങനെ തോട് പൊട്ടി വെളിയിലൊക്കെ വന്ന് ആ ഷേപ്പ് ഇല്ലാതായി പോയെന്ന്. നല്ല പൊട്ടാത്ത ഷേപ്പുള്ളതല്ല നമുക്ക് കൊടുക്കാൻ പറ്റൂ. ബാക്കിയുള്ളത് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന്. അപ്പോൾ 2 ദിവസം മുട്ടയൊക്കെ ഇടയ്ക്ക് ഉള്ളത് കൊണ്ട് ഞാൻ അന്ന് എടുത്തില്ല. അന്നപ്പം ഞാൻ ഇന്ന് ആ മുട്ട എടുത്ത് കറി ഇടാം ചപ്പാത്തിക്കും. പിന്നെ എന്നാൽ രാവിലെ അതനുസരിച്ച് രാവിലെ എന്നാൽ അപ്പം ഉണ്ടാക്കാമെന്ന് വെച്ച്. മുട്ട കുറേ ഉള്ളതുകൊണ്ട് ഇനി അത് വെക്കണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഇപ്പോൾ ഈ കറി വെക്കുന്നത് കുറച്ചെടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാമല്ലോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് സവാളയും ഒരു ഉരുളൻകിഴങ്ങും ടൊമാറ്റോയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് അത് വഴട്ടാനായിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഞാനങ്ങ് കഴുകുമായിരുന്നു. പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ് പിന്നെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ക്യാൻ അതൊക്കെ ഒന്ന് കഴുകണമായിരുന്നു. അപ്പം നമുക്ക് ഈ കുക്കിംഗ് ഇല്ലാത്ത ദിവസം പക്ഷേ ഭയങ്കര ജോലിയായിരിക്കും. അന്നേരമാണ് ഞാൻ പോയി ഈ അവിടെ ഇവിടെയൊക്കെ ക്ലീനിങ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അവിടെ മണ്ടയാണേലും ഇവിടെ ഈ ടേബിളിൻ്റെ കീഴാണേലും അതെല്ലാം പോയി ഒതുക്കും. എന്നിട്ട് ഇന്ന് മൊത്തം എനിക്ക് ഈ കബോർഡ് ഡാഡി ഈ BPT ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോഴും അവിടെ ഡാഡിക്കെല്ലാം ഫ്രീ ആണല്ലോ. അപ്പോൾ ഈ നെബുലൈസേഷൻ എടുക്കുന്ന മെഡിസിനും അങ്ങനെയുള്ള മെഡിസിനൊക്കെ കൊടുക്കും. 3 മാസം കൂടുമ്പോൾ പോകണം. അപ്പോൾ അതൊക്കെ ആ മെഡിസിനൊക്കെ എനിക്കൊന്ന് ഡേറ്റ് അനുസരിച്ചൊന്ന് അടുക്കി വെക്കണമായിരുന്നു. അതൊക്കെ ഒന്ന് ഡേറ്റ് അനുസരിച്ച് അടുക്കി വെച്ചു. ഇന്നും പുത്രന്മാർ രണ്ടുകൂടെ ഇപ്പോൾ പോൾമോൻ ചപ്പാത്തിക്ക് പോയിട്ട് വന്നിട്ടുണ്ടെ ലെമണട്ടയോ അങ്ങനെ കണ്ട് പറയുന്ന ഒരു ജ്യൂസുണ്ട്, ചൂടില്ല, അത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. 2 പേരൂടെ കുടിക്കും അവിടെ നിന്ന്. എല്ലാവർക്കും കൊണ്ടുവന്ന്, എനിക്കും ഡാഡിക്കും എല്ലാം കൊണ്ടുവന്നു. ചൂടാകുമ്പം പക്ഷേ ചൂടത്തിങ്ങനെ ഈ ഇങ്ങനെ ഒത്തിരി തണുപ്പില്ല, എന്നാലും ഒരു മീഡിയമാണ്. നമ്മൾക്ക് അന്നേരം ഒരു ആശ്വാസം കിട്ടുമെന്നും പറഞ്ഞ് അതൊന്നും നല്ലതല്ല. എന്തുവാ നല്ലേ? ഒന്നും നല്ലതല്ല. അപ്പം വെള്ളമൊക്കെ നിറച്ചിട്ട് പിന്നെ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വീണ്ടും വെച്ചു. അപ്പോഴത്തേക്കിന് ഇത് ഉരുളൻകിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്ന് അതിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടി സ്വല്പം ഇട്ടാണ് ഞാനൊന്ന് വഴറ്റിയത്. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും എല്ലാം കൂടി ഇട്ട് ആ പൊടിയൊക്കെ ഒന്ന് പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഞാൻ ഇട്ടത് ഇത്തിരി കുറച്ച് കൊഴുപ്പ് കിട്ടുമല്ലോ. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് അപ്പം ഉണ്ടാക്കാനായിട്ട് ഇത്തിരി അരി ഇട്ടിട്ട് നാളെ അപ്പം ഇച്ചിരി ക്വാണ്ടിറ്റി വേണമല്ലേ. അപ്പം ഞാനതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലവിടെ കിടക്കും. അപ്പോൾ ആ മസാലയൊക്കെ നന്നായി ഒന്ന് മൂക്കും. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞ് നോക്കിയുണ്ടെങ്കിൽ മസാലയൊക്കെ നന്നായി മൂത്ത മണം വന്ന്. അപ്പം ആദ്യം ഞാൻ ചിന്തിച്ച് തേങ്ങ അരച്ച് വെക്കാമെന്ന്. ഇപ്പോൾ ഈ ചൂടായതുകൊണ്ടേ തേങ്ങയും നമുക്ക് നഷ്ടമാണ്. വാങ്ങിക്കുന്നത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് ഒന്നാമത് പൊട്ടിച്ചുണ്ടെങ്കിൽ ഒരെണ്ണം പന്നലായിരുന്നു, പിന്നെ വെടിച്ച് കീറുന്നു. അപ്പോൾ എന്നോട് ചിലർ പറഞ്ഞ് വെള്ളം നനച്ചിട്ടാൽ മതിയെന്ന്. പക്ഷേ നമ്മൾ വെള്ളം നനച്ച് എവിടെ വെക്കുന്നത്? ഈ കടക്കാരൊക്കെ ആണെങ്കിൽ ചാക്ക് നനച്ച് അതിൻ്റെ മണ്ടയിടും, എന്നാലും വാക്കല്ലാതെ ആ പൊട്ടി വീഴുന്നത്. ചിലപ്പോൾ താഴെ ഈ മൂടുവശമായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയുള്ളത് കഴത്തിയിട്ട് മിക്സിയിൽ പൾസ് ചെയ്തെടുക്കും. പിന്നെ തിരുമാൻ പ്രയാസമാണ്. അപ്പം പിന്നെ ഞാൻ ചിന്തിച്ചാൽ തേങ്ങ അരയ്ക്കുന്നില്ല, അല്ലാതെ ഇത്തിരി ചാറാക്കി എടുക്കാമെന്ന്. പിന്നെ ലാസ്റ്റിൽ ഞാൻ ഇച്ചിരി സാദാ പാല്, അത് പക്ഷേ കാണിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ചേർക്കാം. ഞാൻ നമ്മുടെ കവറ് പാലാണ് ചേർത്തത്. മുട്ടകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുട്ട ഉണ്ടായിരുന്നെന്ന്, അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടക്കറിയൊക്കെ റെഡിയായി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. ഇത് സൺഡേയിലത്തെ വീഡിയോയാണ്. അപ്പം ഞാനിത് ഇത്രയും നാളും സത്യം പറഞ്ഞാൽ ഞാൻ ഈ ബോംബെ നിന്നിട്ട് ഞാനിങ്ങനെ ഞാൻ ഇന്നാളി കാണിച്ചില്ലേ പഴുത്ത പാം ഫ്രൂട്ട്, അതിൻ്റെ കുഞ്ഞനായത്
അപ്പം ഞാൻ അന്നൊക്കെ പറഞ്ഞിട്ട് തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ ഇലയ്ക്കകത്ത് വെള്ളം ഇങ്ങനെ കുടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. പക്ഷേ ഇതിൽ വെള്ളമില്ലെന്ന് അവർ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങാനും അറിയാമോ ഇതിൻ്റെ അകത്ത് വെള്ളം ഉള്ളത് ഏതാണ്? അപ്പം ഞങ്ങളിങ്ങനെ മീൻ വാങ്ങിക്കാൻ എടുക്കാൻ പോയണേ 1-2 അടുത്ത് ഇങ്ങനെ ഉന്തുവണ്ടി നിൽക്കുന്നു. അപ്പോൾ എന്നോട് നാളെ ആരോ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഓമന ആൻറ്റിയാന്ന്, ഇത് ശരീരത്തിന് തണുപ്പാ, നല്ലതാ കഴിക്കുന്നതെന്ന്. അപ്പം ഞാൻ ചിന്തിച്ച് റീച്ചാൽ നമുക്കൊന്ന് ഇതുവരെയും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു നമുക്കൊരു ടേസ്റ്റ് നോക്കാം. അപ്പോൾ അവങ്ങാരോട് അവിടെ തന്നെ 2 പയ്യന്മാർ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഈ വെട്ടുന്ന അടുത്ത് ഞങ്ങൾ ചോദിച്ച് എങ്ങനെ റേറ്റ് എന്ന് ചോദിച്ചോണ്ടേ പറഞ്ഞു. ഞാൻ ചിന്തിച്ച് ഒരെണ്ണത്തിന് 10 രൂപ എങ്ങാണേ കാണത്തുള്ളൂ. ഡസൻ 140 രൂപയെന്ന്. അപ്പം ഞങ്ങൾ ഇത് ചെന്നാൽ 1/2 ഡസൻ വാങ്ങിക്കാം 70 രൂപയെന്ന്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് പുള്ളിക്കാരിങ്ങനെ ഇളക്കി അതിൻ്റെ അകത്തുനിന്ന് ആ സാധനം ഉണ്ടല്ലോ, ഒരെണ്ണത്തിൽ 3 എണ്ണമാണ് എടുത്തു. എന്നിട്ട് 2 എണ്ണം ഇങ്ങനെ കീറി, ഒരെണ്ണം ഞാൻ അവിടെ നിന്ന് തന്നെ അവരോട് ചോദിച്ച് എങ്ങനെയാണ് തിന്നുന്നതെന്ന് ചോദിച്ചോണ്ടേ ഇങ്ങനെ ഇളക്കി. ഞാൻ ചിന്തിച്ച് ആ പുറമോടെ തിന്നാന്ന് പറഞ്ഞാൽ അല്ല, അങ്ങനെ തിന്നല്, ഈ പുറത്തെ ഇത് ഇളക്കി കളയണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനത് അവിടെ നിന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇളക്കി ഒരെണ്ണം കഴിച്ച് നോക്കി. അപ്പം എന്തോ നമ്മുടെ കരിക്ക് പോലെ ഒരു ഇച്ചിരി ടേസ്റ്റ് ഉണ്ട്, നല്ല വളവള ഇരിക്കുക, ഇല്ല ജെല്ലി പോലെ. എന്നിട്ട് ഞങ്ങളത് കൊണ്ടുവത് ഞങ്ങൾ ചിന്തിച്ച് എന്തുവന്നോ ആ മുഴുവനെ ഉള്ള ആ കരിക്ക് പോലുള്ള സാധനം 6 എണ്ണമായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനല്ല പുള്ളി കണക്ക് പറഞ്ഞത്. 2 എണ്ണത്തിൽ 3 6 പീസല്ലേ ഉള്ളത്, അങ്ങനെ 6 എണ്ണത്തിനാണ് 70 രൂപ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾക്ക് പറ്റി കേട്ടോ. ഞാൻ ചിന്തിച്ചാൽ 6 എണ്ണവും പൊളിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ കാണുമല്ലേ എന്നുള്ള. വീട്ടിൽ കൊണ്ടുവന്നുണ്ടേ പിന്നെ ഞാൻ പറഞ്ഞ് ഇച്ചേരെ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കാമെന്ന്. ഞാൻ പിന്നെ കൈ കൊണ്ട് നമുക്ക് വെള്ളം കൊണ്ട് എടുക്കുന്നുണ്ടേ അത് അങ്ങോട്ട് അത്ര ശരിയാവുന്നില്ല. പിന്നെ ഞാൻ ആദ്യം സ്പൂണിൻ്റെ ചുവടും കൊണ്ട് നോക്കി, പിന്നെ നൈഫും കൊണ്ട് കണ്ടിച്ചെടുത്ത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. പിള്ളേരും ഇവർക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞ് റയിച്ചാനാന്നോ പോളാന്നോ കടിച്ച് തിന്ന ഉടനെ അതിൻ്റെ അകത്ത് ഇത്തിരി ജ്യൂസ് പോലുണ്ട്, അത് മൊത്തം വെളിയിൽ വന്ന്. ഞാൻ പറഞ്ഞ അങ്ങനല്ല, മൊത്തത്തിൽ അങ്ങ് വായിട്ട് അങ്ങ് ഇത് കാണാൻ നല്ല രസം, ജെല്ലി പോലെ ഇങ്ങനെ വളവള കിടന്ന് ഇങ്ങനെ ഇങ്ങനെ അനങ്ങും, അത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ പോള് വലിയ കാര്യത്തിലാണ് തിന്നത്, പക്ഷേ അത്ര ഒന്നും വലിയ മധുരവും ഇല്ല. എന്നാൽ ഫ്രിഡ്ജ് വെച്ചത് കൊണ്ട് കുറേയും കൂടെ നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ പൊളിക്കുന്നുണ്ട്. ഞാൻ നേരെ ചിന്തിക്കുകയും ചെയ്തു, ആദ്യം പൊളിച്ചത് വെള്ള കളറും ഇതെന്താ ഒരു യെല്ലോ കളർ പോലെ തോന്നുന്നതെന്ന്. അപ്പം പ്രൈസമോനും എല്ലാവരും വട്ടം നിൽപ്പുണ്ട്. അപ്പം പ്രൈസമോനും പോളും പറഞ്ഞ് അതിൻ്റെ ഈ നമ്മൾ ഈ ഇളക്കുന്ന ആ തോടുണ്ടല്ലോ, ആ തോട് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഷാഡോ ആയിട്ട് തോന്നുക. മൊത്തം പൊളിച്ചെടുക്കുമ്പം നമുക്ക് തനി വെള്ളയായിട്ട് തോന്നും, ഇല്ല ആലിപ്പഴം പോലെ. ഇല്ല ലിച്ചി ഉണ്ടല്ലോ, ലിച്ചി പൊളിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇല്ലേ, ആലിപ്പഴം പോലെ നല്ല വെള്ള, കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഞാൻ അതുകൊണ്ടാണ് ഈ ശരീരത്തിന് നല്ല തണുപ്പ്, ഈ ചൂടായതുകൊണ്ട് നല്ല തണുപ്പാണെന്നും പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കാൻ കാര്യം. പക്ഷേ റേറ്റ് അല്ലേ, ഈ 3 എണ്ണത്തിന് ഒരെണ്ണത്തിൽ ഇതുപോലെ 6 എണ്ണം 70 രൂപ. അപ്പോൾ എന്തു വന്നേലും ഗുണമുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നമുക്ക് ഇടയ്ക്ക് റേച്ചാൻ പറഞ്ഞ് കുഴപ്പമില്ല, കഴിച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കാമെന്ന്. വരുന്ന വഴിക്കെങ്ങാണ് കാണുവാന്നല്ലേ ഈ ഉന്തുവണ്ടിയിൽ. അപ്പം ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങനെ നമ്മളന്നും അങ്ങനെ വെളിയിലോട്ട് അങ്ങനെ പോകുന്നില്ലല്ലോ ഉച്ചയ്ക്കൊന്നും, അതുകൊണ്ടാണ് അറിയാത്തതെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ, സി യു.